പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചതിന് ശേഷം പല തരത്തിലുള്ള കോൺട്രവേഴ്സികൾ പല മൂലയ്ക്കായിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ലവൻ അങ്ങനല്ല, ലിവൻ ഇങ്ങനല്ല, ലവൻ PR കൊടുത്ത് ലവൻ തലയും കുത്തി നിന്നു, ഇത്തരത്തിലുള്ളൊരു മത്സര ഓട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 വീട്ടിനകത്ത് കളിക്കേണ്ട കളികളെല്ലാം ബിഗ് ബോസ് സീസൺ 7 പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടസ്റ്റൻസ് എല്ലാം. ഇവരെല്ലാവരും ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കുക, ഞാൻ ഈ ഒരു പ്രശസ്തി മാക്സിമം ഉപയോഗിക്കുക എന്നൊരു സാധനത്തിലാണ് സകലമായ ആൾക്കാരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, പിന്നെ ആ കോൺട്രവേഴ്സി പറഞ്ഞു തീർക്കുന്നു, പിന്നെ ആ കോൺട്രവേഴ്സി റിയാക്ട് ചെയ്ത് നമ്മുടെ പടലിലോട്ട് കയറുന്നു. ഇതൊക്കെയാണ് കുറേ നാളുകൾ കൊണ്ട് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ടേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്താണ് നമ്മുടെ ദ മാർക്കറ്റിംഗ് മല്ലു, അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ നിന്നും അന്ന് നിന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഗെയിമാണ് കളിച്ചത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനോട് താല്പര്യം വന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അകത്തുനിന്നൊന്ന് പറയുന്നു, പുറത്തുനിന്നൊന്ന് പറയുന്നു, അനുവിൻ്റെ ചാനലിൽ വന്നിട്ട് മറ്റൊന്ന് പറയുന്നു. ഇങ്ങനെ കുറേ പ്രസ്ഥാനമാണ് ദീപ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദീപ് പുള്ളിക്കാരൻ എന്തിന് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു വീഡിയോ ഇട്ട് വന്നു. വീഡിയോ ഇട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് ബിഗ് ബോസ് സീസൺ 7 നിന്നും അല്ലെ ഇനി മുമ്പത്തെ സീസണിലും ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരന് കിട്ടിയ റവന്യൂ പൂർണ്ണമായും പുള്ളിക്കാരൻ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നല്ലൊരു കാര്യമാണ്. സോ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നി, അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. പുള്ളിയുടെ നല്ല മനസ്സിന് നമ്മൾ നന്ദി പറയുന്നു. നമുക്ക് നോക്കണം. തന്നെ അറിയായിരിക്കും, ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ കാറ്റഗറി ആയിരിക്കും അല്ലേ? ശരി ഇപ്പൊ ഇല്ലേ പിള്ളേ ചങ്ങളും പറഞ്ഞു വെച്ചാൽ ആ ഒരു സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു തരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ റെമ്യൂണറേഷൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് നൽകാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ 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 മികച്ച കാര്യമാണ്. ഞാൻ താങ്കളെ പൂർണ്ണമായിട്ടും അഭിനന്ദിക്കുന്നു. കാരണം അയാൾക്ക് കിട്ടിയ വരുമാനം അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് പിള്ളേരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ട് പറയാമെന്ന് വെച്ചാൽ നാക്ക് സമ്മതിക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആ പണം വിനിയോഗിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഒന്നും പോസിബിൾ ആകത്തില്ല. കാരണം മെജോറിറ്റി ആളുകളും സാമ്പത്തികത്തിന് വേണ്ടി വന്നവരുണ്ട്, സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരുണ്ട്, അവർക്കത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ള ആളുകളുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് ഇനി ഞാൻ 10,000 രൂപയ്ക്കൊന്നും ഇവൻ്റെ കൂടെ ഒന്നും അഭിനയിക്കത്തില്ല, ഞാൻ എൻ്റെ റേഞ്ച് മാറി ലക്ഷങ്ങൾ വീട് ഞാൻ തിരിച്ച് തരത്തിലുള്ള മറ്റവനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കിടയിൽ ഇദ്ദേഹം വളരെ മികച്ചൊരു മാതൃകയാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് ആർക്ക് കൊടുക്കണമെന്നോ എവിടെ കൊടുക്കണമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ അടുത്തുള്ളവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഇൻബോക്സിൽ അറിയിക്കുക. ഇതെനിക്ക് ഇദ്ദേഹം ചെയ്ത മറ്റൊരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നി. കാരണം എനിക്ക് ഇത് ഇന്നെ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ വാരി കോരി പെറുക്കി അങ്ങ് കൊടുക്കുക എന്നാൽ കൊണ്ടുപോകും ആ ഒരു സെറ്റപ്പ് അല്ല പുള്ളി ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കറിയാവുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, പഠിക്കാൻ പോലും ശേഷിയില്ലാത്ത പിള്ളേർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പോലും സാമ്പത്തിക സ്രോതസ്സില്ലാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇയാൾക്ക് മെസ്സേജ് അയക്കണം, ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കണം. ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കുമ്പോൾ പുള്ളിക്കാരനത് പേഴ്സണലി വെരിഫൈ ചെയ്തിട്ട് അവർ അർഹതപ്പെട്ടവരാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മനസ്സിലായതിനു ശേഷം പുള്ളി അവർക്ക് ആ സഹായം നൽകും. അതെനിക്കൊരു നൈസ് പരിപാടിയായിട്ട് തോന്നി. മറ്റതുപോലെ അല്ല, അവന് കൊടുക്കാൻ തീരുമാനിച്ച് ഞാൻ ഒരു ചാരിറ്റി വർക്ക് ഇവിടെ NGO എവിടെ എന്നാൽ കൊണ്ടുപോകും, പൈസ കൊണ്ടുപോകും, പിള്ളേർക്ക് കറക്റ്റായിട്ട് കൊടുത്തേരെ എന്ന സാധനമല്ല, കറക്റ്റായിട്ട് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കണം എന്ന് പുള്ളി തീരുമാനിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഞാൻ അവരെ പേഴ്സണലി വെരിഫൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അഷ്വർ ചെയ്യാം, ഇവരുടെ ആരുടെയും വീഡിയോയോ ഇവരുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അല്ലെങ്കിൽ എവിടെയും പബ്ലിസിറ്റി കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും. അത് മറ്റൊരു മികച്ച കാര്യം. കാരണം ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് സീസണിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ചെയ്യുന്നത് എൻ്റെ പബ്ലിസിറ്റി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം, ഞാൻ ഭയങ്കര സംഭവം 4 പേരെ ബോധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൻ്റെ പുറകെ ഓടുമ്പോഴത്തേനും ഇദ്ദേഹം ചെയ്തൊരു സാധനം, ഇദ്ദേഹം പറഞ്ഞൊരു സാധനം, ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പറഞ്ഞൊരു സാധനം, ഞാൻ ഈ സാധനം വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് അവർക്ക് ഇൻസൾട്ട് ഉണ്ടാക്കില്ല. അത് ശരിക്കും ഒരു കുട്ടിക്ക് ഇൻസൾട്ട് തന്നെയാണ്, ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് അത് ഇൻസൾട്ട് തന്നെയാണ്. എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ മറ്റൊരുത്തം വന്ന് സഹായിച്ചിട്ട് ഇവനെ ഞാനത്ര സഹായിച്ചേ, ഞാൻ വലിയ പുള്ളിക്കാരനാണ്, ഇവനൊക്കെ ഞാൻ സഹായിച്ചേ എന്ന് പറയുന്നൊരു സെറ്റപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിസ്സാരം ഭക്ഷണം ഇല്ലാത്തവരൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുത്ത് അത് വീഡിയോ ആക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തായിരുന്നു വീഡിയോ ആക്കുന്നു. അങ്ങനൊരു സമയത്ത് ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതും വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഇദ്ദേഹത്തെ മാതൃകയാക്കേണ്ടതാണ്. കാരണം ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനുമായിട്ടുള്ള തിരിച്ചുള്ള എൻ്റെ ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഏതെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു
ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിരിക്കും. ഇത്രയും നാൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ വന്നിരുന്ന് സംസാരിച്ചത്. നമ്മളെ കാണുന്ന ആരെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അത് ഈ മല്ലു മാർക്കറ്റിംഗ് മല്ലുവിലേക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു സഹായ ഹസ്തങ്ങൾ അവിടേക്ക് എത്തും. അത് ആ ഒരു കുട്ടിക്ക് വലിയൊരു സഹായകമായി മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ പറ്റുന്നവരെല്ലാം ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും നിങ്ങൾ സഹായിക്കുക, സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പക്ഷത്തിൽ ഈ സാധനം അവരിലേക്ക് എത്തിക്കുക. അവർക്ക് നല്ലത് ലഭിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഏതായാലും നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു, ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, പ്രവീണോ പ്രണവോ, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇനി മാർക്കറ്റിംഗ് മല്ലു ആണ് എൻ്റെ തല കിടക്കണം. ഏതായാലും മാർക്കറ്റിംഗ് മല്ലുവിനെ ഈ സമയത്ത് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കാര്യം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തി മറ്റൊരു ഇട്ടാണ്.